അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഡെയിലി ഞാൻ ട്രേഡ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൊരു ഹയർ ടൈം ഫ്രെയിമിൽ പോയപ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഒരു 1 hour ടൈം ഫ്രെയിമിൽ നമുക്കൊരു പാറ്റേൺ കിട്ടി. ആ പാറ്റേൺ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്കൗട്ട് കിട്ടിയത് പക്ഷേ ബ്രേക്കൗട്ട് ഫെയിലിയറായിട്ട് നമുക്കൊരു ബ്രേക്കർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ ഒരു ഭാഗത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് മേലോട്ട് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഫെയിൽ ആവുകയും ചെയ്ത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ്, അതായത് ആ റെസിസ്റ്റൻസ് ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആക്കി ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോവുകയായിരിക്കും എന്നാണ് നെക്സ്റ്റ് ഒരു പ്രഡിക്ഷൻ. അല്ലെങ്കിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൈനറായിട്ടുള്ള ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് വന്നിട്ട് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ വന്നപ്പോഴാണ് ഈ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ്, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഡൗൺ ആയിരുന്നു. ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺ ട്രെൻഡിലേക്ക് ട്രേഡ് എടുക്കാൻ നോക്കാം. മാർക്കറ്റ് ഓൾ ഓർ അപ്പ് ട്രെൻഡ് ആണെങ്കിലും നമുക്കൊരു സ്ട്രക്ചർ ചേഞ്ച് ആവുന്നവരെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂവേഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറുതായി ട്രേഡ് എടുക്കാം. ഒരു നെറ്റ് പോയി ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ജസ്റ്റ് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോഴെന്നുണ്ടെങ്കിൽ അവിടെ ഓർഡർ ബ്ലോക്കും ഓരോരോ ഓർഡർ ബ്ലോക്ക് എടുത്താണ് മാർക്കറ്റ് വരുന്നത്. ഞാൻ പരമാവധി നമ്മളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാകുന്നതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ് ചെയ്യും, അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോസ് ഇടുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാവണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ, ഞാൻ മേലെ വരച്ചിരിക്കുന്ന ആ ട്രെൻഡ് ലൈൻ, ആ ഒരു ഏരിയ മേലോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായാലും ഒരു സ്ട്രക്ചർ ചേഞ്ച് കിട്ടുള്ളൂ, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തിന് ശേഷം കുറച്ച് നേരത്തിന് ശേഷം മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ 1 hour ടൈം ഫ്രെയിമിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സപ്പോർട്ട് ഏരിയ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് അടിയിലുള്ള ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തേക്കുന്ന ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന മാർക്കറ്റ് വരണം. ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ. അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൈനറായിട്ടുള്ള, അതായത് ഇടയിൽ ഒരു ചെറിയൊരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള, അതായത് മേജറായിട്ടുള്ള ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫൈൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് ഈ ചെറിയൊരു ബ്രേക്ക് ബ്ലോക്കും കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ എന്താണ് ഞാൻ എല്ലാ രീതിയിൽ ഞാൻ നോക്കാറുണ്ട് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നമുക്ക് നമ്മുടേതായ രീതിക്ക് നോക്കാമല്ലോ. എല്ലാ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, വലിയ മെൻറ്റേഴ്സ് കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യണം നമുക്ക് ഒരു നിർബന്ധമില്ല. നമ്മുടേതായ രീതിക്ക് നമുക്ക് ഏത് രീതിക്കാണോ മാർക്കറ്റ് കിട്ടുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കാം പരമാവധി. അതിനുശേഷം മാർക്കറ്റ് നോക്കിയപ്പോഴാണെങ്കിൽ നമുക്ക് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിനെ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ ചെറിയൊരു ഡബിൾ ബോട്ടം എന്നുള്ളൊരു പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അടി നോക്കിയിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് എന്തായാലും ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് തരുമെന്ന് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് അത് മിസ്സായി പോയി ശരിക്കും പറഞ്ഞാൽ. അവിടെ ഓർഡർ ബ്ലോക്കും കാര്യങ്ങളുണ്ടായി. അത് മാർക്കറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡ് പിന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഡബിൾ ബോട്ടം നോക്കിയിരുന്നെങ്കിൽ, ഇനി ഡബിൾ ബോട്ടം എന്താണെന്ന് അറിയാത്തവർക്കാണെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നവരുടെ ഒരു പാറ്റേൺ ആണ് ഡബിൾ ബോട്ടം. അതാണ് ചുരുക്കി പറഞ്ഞാൽ അതാണ് ഡബിൾ ബോട്ടം. അപ്പോൾ W ഷേപ്പിലാണ് ആ പാറ്റേൺ ഫോം ആവുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്താൽ ഇവിടെ ബ്രേക്കപ്പ് ബ്ലോക്ക് ഉണ്ട് ഡൗൺ ട്രെൻഡിലേക്ക്. പിന്നെ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു രീതിക്ക് ആയിരിക്കുള്ളൂ. ഇവിടെ നിന്നൊരു സപ്പോർട്ട് മേലോട്ട് എടുത്തിട്ട് അത് പിന്നെ മേലെ ഒന്നില്ലെങ്കിൽ നേരെ അടിക്ക് പോയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സൽ സംഭവിക്കാം. എന്നുവെച്ചാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡാണ് മാർക്കറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചിലപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആവുകയും ചെയ്യാം. രണ്ട് രീതിക്കും മാർക്കറ്റ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഈ W പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതൊരു നെക്ക് ലൈനാണ്. ആ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്താൽ അവിടെ റിട്ടെസ്റ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് മേലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അതും അല്ലാണ്ട് ഡയറക്റ്റ് മാർക്കറ്റ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ ട്രേഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം താഴെ, അതായത് സ്കാൽപ്പിംഗ് അല്ല ചെയ്യുന്നവരെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇത്തിരി താഴെയാക്കി വെക്കുകയോ ടാർഗറ്റ് അനുസരിച്ച് നിങ്ങളുടെ എമൗണ്ട് അനുസരിച്ച് ക്യാപിറ്റലിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ഒരു രീതിക്കായിരിക്കുള്ളൂ. നമ്മളെ എൻട്രി പ്രൈസ് ഇവിടെ ഇരിക്കുള്ളൂ. നമ്മൾ എൻട്രി പ്രൈസ് ഇവിടെ, സ്റ്റോപ്പ് ലോസ്
ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ തൊട്ട് മേലായിട്ട് വെക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ 1:2 എന്നുള്ള റേഷ്യോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അവിടെ നിന്നാണ് ഈ ചെറിയ സ്കാൽപ്പിംഗ് എന്നുള്ള രീതിക്ക് ജസ്റ്റ് 1 or 2 ക്യാൻഡിൽസിൽ നമ്മൾ ട്രേഡ് നമ്മൾ എക്സിറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിക്കായിരിക്കുള്ള സ്കാൽപ്പിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1:2 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ഈ ഒരു രീതിയിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ഇവിടെ. പക്ഷേ നമ്മൾ ലിമിറ്റ് ഓർഡറിൽ അത് നമുക്ക് ജസ്റ്റ് ലോസ് ആണ് ഒരു $5, അതായത് ചെറിയൊരു ലോട്ട് സൈസിലാണ് ഞാൻ ആ ട്രേഡ് എടുത്തിരുന്നത്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് തന്നെയാണ് ലോസ്, അതായത് ജസ്റ്റ് ഒരു $5 എനിക്ക് അവിടെ ലോസ് വന്നുള്ളൂ. അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ സ്ട്രക്ചർ ചേഞ്ച് ആവുക ചെയ്തത്, അതായത് നമുക്ക് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മേജറായിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇവിടെ എനിക്ക് അടുത്തൊരു എൻട്രി കിട്ടി, അതായത് അറ്റ് ദ സെയിം ടൈം തന്നെ ഞാൻ കയറിയപ്പോൾ എനിക്കൊരു എൻട്രി കിട്ടി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മേലയിൽ നമുക്കൊരു എം ഷേപ്പ് പാറ്റേൺ, അതായത് ഡബ്ല്യുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് എം ഷേപ്പ് പാറ്റേൺ ആണ് നമുക്ക് മേലെ ഫോമായി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ആ എൻട്രി ഞാൻ എൻ്റർ ചെയ്ത് ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമുക്കൊരു നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് 10 to 15 മിനിറ്റ് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് പ്രോഫിറ്റ് ആവുകയും ചെയ്തു. ആ ഒരു അതിൻ്റെ P&L ഞാനിവിടെ കൊടുത്തേക്കാം എത്ര ഡോളറാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത്. നമുക്ക് കിട്ടിയത് $82 അതുപോലെ തന്നെ $4, അതായത് $86-87 എനിക്കത് ഈ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായി. പക്ഷേ എനിക്ക് ഓവറോൾ നോക്കുമ്പോൾ ഞാൻ പ്രോഫിറ്റിൽ തന്നെയാണ്. എനിക്കൊരു $5 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് 87-5 ഒരു $82 എനിക്ക് പ്രോഫിറ്റാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു ഫെബ് ടൂൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കി മാർക്കറ്റ് ഏതൊരു രീതിക്കായിരിക്കും മാർക്കറ്റ് വരുന്നതെന്ന് നോക്കി. അതിന് ശേഷം ഓക്കെ നമ്മളെ ഫെമിനിസ്റ്റ് അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആ ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏരിയ വന്നിട്ട് മാർക്കറ്റ് അവിടുത്തെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ റിവേഴ്സ് ആയിട്ട് മേലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊരു രീതിക്കാൻ മാർക്കറ്റ് വരാമെന്ന്. പിന്നെ ചിലപ്പോൾ ഒരു ഫെയിലായിട്ട് അടിയിൽ, അതായത് 15 മിനിറ്റ് വരുമ്പോൾ ഡൗൺ ട്രെൻഡിൽ ഒരു ലിക്വിഡിറ്റിയും കാര്യങ്ങളും അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് വന്ന് അവിടെയുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ അപ് ട്രെൻഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്ര ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും ഇടുന്നത്, അതായത് ഇതിൻ്റെ ഒരു ലോങ് എൻട്രി എടുക്കുന്ന വീഡിയോ അത് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക.